പി രാജീവിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാം. സാർ ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും പക്ഷേ എഴുതാനിരിക്കുന്ന ആ പിള്ളേർ എന്ത് ചെയ്യുമായിരുന്നു സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ സാർ? പിന്നെ ഉള്ളത് യാത്രക്കാരൻ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജോത്സ്യരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിൽ അധികം ഇരിക്കും. അതായത് പാർട്ടി സെക്രട്ടറിയായി 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കുമ്പോൾ 10 വർഷക്കാലം അദ്ദേഹം ഇരിക്കും. സാർ എനിക്ക് ഒരു കന്നുകാലികളും ആടുമാടുകളും പോലും പ്രതിഷേധിച്ച ഒരു മന്ത്രിയായിരുന്നു. ചിഞ്ചൂറാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആടുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. CN വാസവൻ എന്ന് പറയുന്ന മന്ത്രി സാർ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പോൾ റിംഗ് ടൂണാണ്. ഈ PRD സ്ഥാപിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ എല്ലാ ജംഗ്ഷനിലും ഇപ്പോൾ ഉണ്ട്. അത് മാറ്റരുതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFന്റെ ഐശ്വര്യം. വീണ ജോർജ് എന്ന മന്ത്രി അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. ട്രംപിന് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും അവരെ അഭിനയിക്കാൻ കിട്ടിയാൽ ആ പടത്തിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസിന്റെ നേതാവ്. മാണി സാർ സ്വർഗ്ഗലോകത്തിരുന്നുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും സാർ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയിൽ കയറി നിന്ന് അങ്ങിരിക്കുന്ന കസേര വരെ തല്ലിപ്പൊളിച്ച അവരോടൊപ്പം ചിക്കൻ ബിരിയാണിയും കഴിച്ച് 5 വർഷക്കാലം സുഖജീവിതം നയിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ. പാവം ആ ജോസ് കെ മാണിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു പരുവത്തിലാക്കി നിൽക്കുകയാണ്. അപ്പോൾ അധികം താമസിക്കാതെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടാകും. റോഡിലിറങ്ങാൻ ആളിലുള്ള AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു DFO കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മയക്കുവെടി വെച്ചു. 5 വർഷക്കാലം നിൽക്കുന്ന എഫക്റ്റായിരുന്നു. എന്തായാലും ആ മയക്കുവെടി വെച്ചതുകൊണ്ട് 5 വർഷക്കാലം നാട്ടുകാർക്കൊരു ശല്യവും മന്ത്രിയെ കൊണ്ടുണ്ടായില്ല. വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടുകാർക്കുണ്ടായെങ്കിലും എനിക്ക് ഷിബു ബേബി ജോൺ സാറിനോട് പറയാനുള്ളത് ആ DFOയെ കണ്ടുകൊടുത്ത് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുക്കണം, അദ്ദേഹത്തെ ആദരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാർ.